ഞങ്ങളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ കൊയിനോൺ എന്നൊരു സിറ്റിയിലാണ്. നമ്മളിനി പോകുന്നത് സെൻട്രൽ വിയറ്റ്നാമിലുള്ള ഹോയിയാനിലേക്കാണ്. സിറ്റി ഓഫ് ലാൻഡേൺസ് ആണ് ഹോയിയാൻ അറിയപ്പെടുന്നത്. വിയറ്റ്നാമിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഹോയിയാൻ. ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിനാണ് ഹോയിയാനിലേക്ക് പോകുന്നത്. അപ്പോൾ ഹോയിയാനിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ല, അതുകൊണ്ട് ഡനാങ് എന്ന് പറഞ്ഞ സിറ്റി വരെ ട്രെയിനിൽ പോകും. പിന്നെ അവിടെ നമ്മൾ തിരിച്ചൊരു 30 കിലോമീറ്റർ നമ്മൾ ബാക്കിലേക്ക് വരണം ഹോയിയാൻ എത്താനായിട്ട്. ഹോയിയാനിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയിട്ട് ഒരു വില്ലേജിലാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ട്രെയിൻ യാത്രയും പിന്നെ ആ വില്ലേജിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ദിസ് ഈസ് അർച്ചന ആൻഡ് പ്രശാന്ത്. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അവർ വിയറ്റ്നാം ട്രാവൽ സീരീസ്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് തന്നെ ഇവിടെ ഹോം സ്റ്റേയുടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റോളം യാത്രയുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. രാവിലെ 8 മണിക്കാണ് നമ്മുടെ ട്രെയിൻ. ഈ കൊയിനോൺ പോലത്തെ ചെറിയ ടൗണുകളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ മോശമാണ്. ബസ്സുകളുണ്ട്, പക്ഷേ തീരെ കുറവാണ്. അപ്പോൾ മിക്കവാറും നമുക്ക് ടാക്സി തന്നെ വിളിക്കേണ്ടി വരും. ബസ്സിലാണ് പോകുന്നതെങ്കിൽ ഒരു 50-60 രൂപയിൽ യാത്ര തീർന്നേനെ. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപയോളം ഏതായാലും ചിലവാകും. ഇതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലെങ്കിലുള്ള മെയിൻ പ്രശ്നം. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങ് കയറി പോകാൻ പറ്റില്ല. ഇവിടെ ഒരു വെയിറ്റിംഗ് ഹാള് പോലൊരു ഏരിയ ഉണ്ട്, നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. സ്ക്രീനിൽ ഇങ്ങനെ ഓരോ ട്രെയിനിൻ്റെയും സമയം എഴുതി കാണിക്കും. SC2 ആണ് നമ്മുടെ ട്രെയിൻ. 8:05 ആണ് അതിൻ്റെ ടൈം വരുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ സമയമാകുമ്പോഴേക്കും അനൗൺസ്മെൻറ്റ് വരും. സോ ആ സമയത്ത് നമുക്ക് ടിക്കറ്റ് ഇവിടെ സെക്യൂരിറ്റി ഓഫീസറെ കാണിച്ചിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ തീരെ കുറവാണ് പ്ലാറ്റ്ഫോമിലൊക്കെ. അതേപോലെ ട്രെയിനിൻ്റെ എണ്ണവും കുറവാണ്. പ്ലാറ്റ്ഫോമും റെയിൽവേ ട്രാക്കും തമ്മിൽ വലിയ ഹൈറ്റ് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെയിൽ പാളത്തേക്കൂടെ തന്നെ ക്രോസ് ചെയ്താൽ മതി. കൊയിനോണിലെ ചില സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം വലിയ വലിയ പാക്കറ്റിലാണ്. നമുക്ക് കൊണ്ടുപോകാൻ പാകത്തിനുള്ള ചെറിയ പാക്കറ്റിൽ ഒന്നും കാണുന്നില്ല. നമ്മുടെ ട്രെയിനാണ് ഈ വരുന്നതെന്ന് സത്യം പറഞ്ഞ ഒരു പിടിയില്ല. ഇവിടെ കുറച്ച് പേരോട് ചോദിച്ചിട്ട് നമ്മൾ പറയുന്നത് അവർക്കും അവർ പറയുന്നത് നമുക്ക് മനസ്സിലായില്ല. അവസാനം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ചേച്ചിയെ കണ്ടു. പുള്ളിക്കാരിയും ഡനാങ്ങിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരി നമ്മളെ കോച്ച് കാണിച്ചു തന്നു. ഈ സെയിം കോച്ചിൽ തന്നെയാണ് പുള്ളിക്കാരിക്കും പോകേണ്ടത്. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടു. ഇവിടെ ഈ ട്രെയിനിൻ്റെ ഓരോ കോച്ചിലും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടൊരു സ്റ്റാഫ് ഉണ്ട്. ഇപ്പോൾ പുള്ളിക്കാരി ഓരോ ആൾക്കാർ ഇറങ്ങുമ്പോഴേക്കും അവരുടെ ബാഗെല്ലാം എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് വെച്ചു കൊടുക്കും. അതേപോലെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെ കൈപിടിച്ച് ഇറക്കി സഹായിക്കും. വിയറ്റ്നാമിലെ ട്രെയിൻ ടിക്കറ്റ് അത്യാവശ്യം എക്സ്പെൻസീവാണ്. 300 കിലോമീറ്റർ പോകാനായിട്ട് നമുക്ക് 750 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്ര നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്നത്. ഇവരത്ര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നതെന്ന് നോക്കി. അതേപോലെ നല്ല പ്രൊഫഷണലുമാണ്. നമ്മുടെ നാട്ടിലെ പ്രീമിയം ട്രെയിനുകളിലും AC കോച്ചുകളിലെങ്കിലും ഇതേപോലത്തെ ആൾക്കാരെയൊക്കെ സ്റ്റാഫായിട്ട് വെക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ടാണ് വിയറ്റ്നാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയിൽ റൂട്ട്. ഇത് സൗത്തിൽ ഹോച്ചിമിൻ സിറ്റി തൊട്ട് നോർത്തിൽ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹനോയ് വരെ ഉണ്ട്. 1726 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇത് പണിത് ഫ്രഞ്ചുകാരാണ്. 1936 ഇതിൻ്റെ പണി കഴിഞ്ഞ്. ആ സമയത്ത് ഫ്രഞ്ചുകാരായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ വർഷം ഇത് ഉണ്ടായിരുന്നില്ല. 1954 തൊട്ട് 75 വരെ ഈ വിയറ്റ്നാം 2 സെപ്പറേറ്റ് രാജ്യങ്ങളായിരുന്നു, നോർത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാം. ആ സമയത്ത് ഈ ട്രെയിൻ ഓടുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം 1975 നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും കൂടെ റീയൂണൈറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ രാജ്യമായിട്ട് മാറിയത്. അതിനുശേഷം ഏകദേശം 20 മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഈ ട്രെയിൻ ഈ വഴിക്ക് ഓടി തുടങ്ങിയത്. അതുകൊണ്ട് ഈ റെയിൽ റൂട്ടിന് വേറൊരു പേരും കൂടെ ഉണ്ട്. റീയൂണിഫിക്കേഷൻ എക്സ്പ്രസ് ലൈൻ എന്നാണ് ഈ റൂട്ടിന് പറയുന്നത്. കാരണം വിയറ്റ്നാം റീയൂണൈറ്റ് ചെയ്ത് ഒറ്റ രാജ്യമായതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ആ പേര് കൊടുത്തേക്കുന്നത്. ഈ ട്രെയിനിൽ ഇവർ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. കോംപ്ലിമെൻ്ററി അല്ല കേട്ടോ, പൈസ കൊടുക്കണം. 40,000 VND ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നാട്ടിലൊരു 135 രൂപ വരും. ചോറ്, ചിക്കൻ, പിന്നെ കടല, ഒരു സലാഡ്, ഇത്രയും ഐറ്റംസാണ് വരുന്നത്. ആ ഒരു ജ്യൂസും ഉണ്ട്. കുഴപ്പമില്ലായിരുന്നു. ഡനാങ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ഹോയിയാനിലേക്ക് പോകണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കണ്ടുപിടിക്കണം. അവിടെ നിന്നാണ് ഹോയിയാനിലേക്കുള്ള ബസ് കിട്ടുന്നത്. ട്രെയിൻ ജേർണി അത്യാവശ്യം നല്ലതായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം. ആകെ ഒരു കംപ്ലൈൻറ്റ് വരെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റാണ്.
300 കിലോമീറ്റർ പോകാനായിട്ട് 750 രൂപ എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം കൂടുതലാണ്. അതാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ടിക്കറ്റ്. അതിനേക്കാൾ കുറഞ്ഞൊരു ടിക്കറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് തീരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 100 രൂപയ്ക്ക് പോകാൻ പറ്റും സെക്കൻഡ് ക്ലാസ് എടുത്തിട്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. AC കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കിട്ടിയത്. ഇനി ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഹൊയാനിലേക്ക് അടുത്ത ബസ് പിടിക്കണം. ഈ ബസ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബസ്സാണ്. ആകെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ബസ്സിൽ. നാട്ടുകാർക്ക് ഈ ബസ്സിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഈ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന 1-2 പേര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ അവർ പറയുന്നത് ബസ് ഇല്ല എന്നാണ്. ഈ കിടക്കുന്നതാണ് ഹോയാനിലേക്കുള്ള ബസ്. അപ്പോൾ ഈ ബസ്സിനെ പറ്റി നാട്ടുകാരോട് ആരോട് ചോദിച്ചാലും ഇങ്ങനൊരു ബസ് ഇല്ലയെന്നേ പറയുള്ളൂ. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു 3-4 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളിതൊരു ബ്ലോഗിൽ വായിച്ചായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ബസ് ഉണ്ടെന്ന് മനസ്സിലായേ. ഈ ബസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ബസ്സാണിത്. ഇതിനകത്ത് ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. ഡനാങ് ഭയങ്കര വലിയൊരു സിറ്റിയാണ് കേട്ടോ. സെൻട്രൽ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഡനാങ്. നിങ്ങളിപ്പോൾ ഹോയിയാനിലേക്ക് ഫ്ലൈറ്റിനാണ് വരുന്നതെങ്കിൽ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. വിയറ്റ്നാമിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നായ ബാണ ഹിൽസ് ഉള്ളതും ഡനാങ്ങിലാണ്. അതേപോലെ നിങ്ങളിപ്പോൾ ഒരു 4 ദിവസത്തേക്ക് അല്ലെങ്കിൽ 5 ദിവസത്തേക്കായിട്ട് വിയറ്റ്നാമിലേക്ക് വരുവാണെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഡനാങ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാണ ഹിൽസിൽ പോവാം. ഇവിടുത്തെ ബീച്ചുണ്ട്. അതേപോലെ ഹോയിയാൻ പോവാം. എല്ലാം കൂടെ നമുക്കൊരു 4-5 ദിവസം കൊണ്ട് ഈ ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. കോലാലംപൂർ വഴി ഡനാങ്ങിലേക്ക് എപ്പോഴും കൊച്ചിയിൽ നിന്നൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് 8,500-9,000 റേഞ്ചിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. വിയറ്റ്നാമിലെ മെയിൻ അട്രാക്ഷൻസ് കാണാനായിട്ട് വരുമ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് വരുന്നതിനേക്കാളും ലാഭം ഡനാങ്ങിലേക്ക് വരികയാണ്. ഹോച്ചിമിൻ സിറ്റിയിൽ വരുന്ന ഓൾമോസ്റ്റ് സെയിം കോച്ച് തന്നെ നമുക്ക് ഡനാങ്ങിൽ വരാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ചുറ്റുമായിട്ടാണ് മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ എടുക്കുന്നത്. ഭയങ്കര രസമാണ് ആക്ച്വലി ഇവിടെ നിന്ന് കാണുമ്പോൾ. നമ്മളൊരു അരമണിക്കൂറിൽ കൂടുതലാവില്ലേ. ഫുൾ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് വരുന്നത്. ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര വൈബായിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഹോയിയാനിൽ ഞങ്ങൾ ഹോം സ്റ്റേയിലേക്ക് ഒരു ടാക്സി വിളിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഡനാങ്ങിൽ നമ്മുടെ ഹോം സ്റ്റേ വരാൻ ചിലവായത് ഏകദേശം ഒരു 750 രൂപയാണ് ആയേ. നമ്മൾ ഡയറക്റ്റായിട്ട് ടാക്സി വിളിക്കുകയാണെങ്കിൽ ഒരു 1,500 രൂപയോളം ആയേനെ. അപ്പോൾ നമുക്കൊരു 750 രൂപയോളം സേവ് ചെയ്യാൻ പറ്റി. അതൊരു ചെറിയ എമൗണ്ട് ആണെന്ന് തോന്നും. പക്ഷേ ലോങ് ടൈമിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലത്തെ യാത്രകൾ എപ്പോഴും ഉണ്ടാവും. സോ 750 വെച്ച് സേവ് ചെയ്താൽ തന്നെ ഒരു വലിയ എമൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം. നമ്മൾ ബഡ്ജറ്റ് ട്രാവലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഹോം സ്റ്റേയിലെത്തി. പക്ഷേ ഇരുട്ടാണ്. നാളെ രാവിലെ നമുക്ക് ഹോം സ്റ്റേ വൃത്തിയായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഫുൾ പച്ചപ്പാണ് ഇവിടെ. ഇന്നലെ രാത്രി വന്നപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇവിടെ മുഴുവൻ ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കാണ്. റൂമിൻ്റെ മുകളിൽ കൂടെയൊക്കെ വള്ളിച്ചെടികളൊക്കെയാണ്. ഭയങ്കര രസമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നമുക്ക് ജസ്റ്റ് റൂമിൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ ചെടികളുള്ളതുകൊണ്ട് ഈ കോമ്പൗണ്ടിൽ നിൽക്കാൻ നല്ല സുഖമാണ്. വിയറ്റ്നാമിലിപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു 35-37 ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട്. അതിനോട് ഹ്യൂമിഡിറ്റിയും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ചെടികളുള്ളതുകൊണ്ട് ഈ കോമ്പൗണ്ടിൽ നിൽക്കാൻ കുഴപ്പമില്ല. വെളിയിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ 7 മണിയാകുമ്പോഴേക്കും തന്നെ നല്ല ചൂടാവും. ഇവിടെ 2 ടൂറിംഗ് ബൈക്കുകൾ ഇരിപ്പുണ്ട്. വേറെയും ഗസ്റ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതേപോലെ സൈക്കിളുകൾ കണ്ടു. ഫ്രീ സൈക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ booking.com കണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോം സ്റ്റേ സെലക്ട് ചെയ്തത്. ഈ ഐലൻഡ് മുഴുവൻ സൈക്കിളിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വിയറ്റ്നാമിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വില്ലേജ് സൈഡിലേക്കുള്ള സ്റ്റേ എടുക്കുന്നത്. നല്ല രസമുണ്ട് വില്ലേജിലെ കാഴ്ചകൾ കാണാനായിട്ട്. ഈ വീടും കൊള്ളാൻ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഹോം സ്റ്റേ ഒരു റിസോർട്ട് പോലെയാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സൈക്കിൾസ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഇവരുടെ വാഷിംഗ് മെഷീൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ചെറിയൊരു കിച്ചൺ ഏരിയ ഉണ്ട്, അത് ഗസ്റ്റുകൾക്ക് യൂസ് ചെയ്യാം.
അങ്ങനെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വാട്ടർ ഫ്രീ ആയിട്ട് റീഫിൽ ചെയ്യാം. ഇതെല്ലാം വിയറ്റ്നാമിൽ എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവാറില്ല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം 800 റുപ്പീസാണ് റെൻറ്റ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഇത് ശരിക്കും ഭയങ്കര വെർത്താണ്. നിങ്ങൾ 2 പേരായിട്ടാണ് വരുന്നതെങ്കിൽ ഹോം സ്റ്റേഴ്സാണ് വിയറ്റ്നാമിലെ ബെസ്റ്റ് ഓപ്ഷൻ. ഒരു 600 രൂപയൊക്കെ തൊട്ട് നല്ല ഹോം സ്റ്റേസ് അവൈലബിൾ ആണ്. ഞങ്ങൾ താമസിക്കുന്നതൊക്കെ booking.com ബെസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. എന്നിട്ട് ഒരു 700-800 രൂപയൊക്കെ വരുന്നുള്ളൂ. വലിയ റിസോർട്ടിലും താമസിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഹോം സ്റ്റേസിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വിയറ്റ്നാമിലെ ലോക്കൽ ലൈഫ് നമുക്ക് നല്ലപോലെ കാണാനും പറ്റും. അതേപോലെ നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ടാണല്ലോ കിട്ടുന്നത്. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെ ലോക്കൽ ലൈഫ് ഈ വ്ളോഗുകളിലൂടെ കാണിക്കാനാണ് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അതേപോലെ വ്ളോഗിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ബട്ട് വി വിൽ ട്രൈ. അതേപോലെ ചിലപ്പോൾ ഞങ്ങൾ മേജറായിട്ടുള്ള ചില ടൂറിസ്റ്റ് അട്രാക്ഷൻസൊക്കെ സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ ഇവിടെ തന്നെ ഡനാങ്ങിലെ ബാണ ഹിൽസിലും ഹോയാനിലെ ബാംബു ബോട്ടും ലാൻഡഡ് ബോട്ടും ഒന്നും നമ്മൾ പോകുന്നില്ല. ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും കാണണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ചിലപ്പോൾ ഈ വ്ളോഗിൽ നിന്ന് പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ ഫുൾ വിയറ്റ്നാം സീരീസ് കാണുമ്പോഴേക്കും ഇവിടുത്തെ സ്ഥലങ്ങളും ആൾക്കാരെയും ഫുഡിനെ എല്ലാത്തിനെയും പറ്റി നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ്. സിറ്റികളിൽ നിന്ന് മാറി വില്ലേജിലേക്ക് വന്നപ്പോഴേക്കും ഞങ്ങളൊന്ന് റിലാക്സ്ഡായി. ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം വില്ലേജ് ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇവിടുത്തെ ലൈഫൊക്കെ കാണാനാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ വില്ലേജിൻ്റെ പേര് ക്യാം കിം എന്നാണ്. ഇത് ഹോയാനിൽ നിന്ന് ജസ്റ്റ് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതൊരു റിവർ ഐലൻഡാണ്. ഇതിൻ്റെ ചുറ്റും തൂബോൺ എന്ന് പറഞ്ഞ റിവറാണ് ഒഴുകുന്നത്. ഹോയാനിക്കടെ പോകുന്ന സെയിം റിവറാണ്. ആ റിവറാണ് ഇതിക്കടെ ഒഴുകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു ചെറിയ ഐലൻഡാണ് ക്യാം കിം. സിറ്റിയുടെ അടുത്തായതുകൊണ്ട് അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ക്യാം കിം ഐലൻഡ്. പക്ഷേ ഇപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അതേപോലെ ധാരാളം കൃഷി, പിന്നെ മീൻപിടുത്തം, അതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജോലികൾ. ഈ ഐലൻഡിൽ നമ്മൾ ഇനിയിപ്പോൾ ഒരു 3 ദിവസം ഉണ്ടാവും. ആ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടുത്തെ ആ കാഴ്ചകളെല്ലാം കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഹോയാനിൽ നിന്ന് ജസ്റ്റ് 5 മിനിറ്റ് മാറിയിട്ട് ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഹോയാനിലേക്ക് ദിവസവും 10,000 കണക്കിന് ആൾക്കാരാണ് വരുന്നത്. അതിനകത്ത് ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർ പോലും ഈ തൊട്ടടുത്ത് കിടക്കുന്ന ക്യാം കിം വില്ലേജിലേക്കൊന്നും വരുന്നില്ല. ശരിക്കും ഇവിടെ വന്നാലാണ് വിയറ്റ്നാമിൻ്റേതായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വിയറ്റ്നാമിലെ റിയൽ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണണമെങ്കിൽ നമ്മൾ ഇതേപോലെ വില്ലേജുകളിലേക്ക് വരണം. ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ തൊട്ടടുത്തുള്ളൊരു ചെറിയ കോഫി ഷോപ്പാണിത്. വിയറ്റ്നാമിൽ എല്ലായിടത്തും നമുക്ക് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കോഫി ഷോപ്പുകൾ കാണാൻ സാധിക്കും. ഈ നാട്ടുകാർ ഒരുപാട് കോഫി കുടിക്കും. കോഫിയും കരിമ്പിൻ ജ്യൂസുമാണ് ഈ കടയിൽ മെയിനായിട്ടുള്ളത്. ഈ കടയിൽ ഇതേപോലെ 2-3 ഹാമോക്കുകൾ കെട്ടിയിട്ടുണ്ട്. കോഫി കുടിച്ച് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാം. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതൊന്നുമല്ല. ഈ നാട്ടുകാരാണ് ഇവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ്. ഈ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നവരൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് കോഫി കുടിച്ച് ഈ ഹാമോക്കിൽ കിടന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് പോകും. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഭയങ്കര ധൃതിയൊന്നുമില്ല ഇവർക്ക്. ഒരു കോഫി കുടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10-30 മിനിറ്റൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ഇവർ പോകുന്നത്. ഈ ചേച്ചി ഇവിടെ 2-3 പുതിയ ഹാമോക്കുകളോടെ കെട്ടാനുള്ള പരിപാടിയാണ്. ഞങ്ങളും കൂടെ കൂടി. ഈ ചേച്ചീനെ ഞങ്ങൾ ഇന്നലെ കണ്ടിരുന്നു. ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ ഓപ്പോസിറ്റാണ് ഇവരുടെ വീട്. ഇന്നലെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വന്ന സമയത്ത് ഈ ചേച്ചി ആ ഹോം സ്റ്റേയിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നാട്ടുകാരുമായിട്ട് മാക്സിമം ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യാത്രയുടെ മെയിൻ ഉദ്ദേശം. പക്ഷെ പലപ്പോഴും ലാംഗ്വേജ് ബാരിയർ കാരണം അത് നടക്കാറില്ല. ഈ ചേച്ചിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. എന്നാലും പരസ്പരം ഒന്നും പറയാണ്ട് തന്നെ നമ്മൾ ഈ പണി കംപ്ലീറ്റ് ചെയ്തു. ആ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതേപോലെ ചെറിയ ചെറിയ എക്സ്പീരിയൻസസാണ് നമ്മുടെ യാത്രയെ ഒരുപാട് മനോഹരമാക്കുന്നത്. ക്യാം കിം വില്ലേജിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരും പരമ്പരാഗത തൊഴിലുകൾ ചെയ്യുന്നവരൊക്കെ ഉള്ള ഗ്രാമമാണ് ക്യാം കിം വില്ലേജ്. അതൊക്കെ അടുത്ത 2 ദിവസങ്ങളിലായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. 2 ദിവസം കൂടെ നമ്മൾ ഈ വില്ലേജിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ക്യാം കിം വില്ലേജിലെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.